കാലങ്ങൾ മുൻപോട്ട് പോയി. രാജകിരീടം ആർക്കാണ് നൽകേണ്ടതെന്നുള്ള രഹസ്യ ചർച്ചകൾ കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ അലയടിച്ചു തുടങ്ങി. ധൃതരാഷ്ട്രർ ഒരു പിതാവിന്റെ സ്വാഭാവിക വാത്സല്യത്തോടെ തന്റെ മകനു വേണ്ടി നിശബ്ദമായി വാദിച്ചു. എന്നാൽ മറ്റൊരു പേര് ചർച്ചകളിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ ഏത് സൈന്യവും വിജയത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കാരണം അയാളുടെ ഓരോ തീരുമാനവും ധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നാണ് ഉയരുന്നത്. അയാളുടെ വാക്കുകൾ അമൃതിനെ പോലെ മധുരമായിരുന്നു, എന്നാൽ ആവശ്യമെങ്കിൽ വജ്രായുധം പോലെ മൂർച്ചയേറിയതുമായിരുന്നു. യുദ്ധത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനല്ല, എന്നാൽ സൈന്യത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിവുള്ളവൻ. ധർമ്മം ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കിയവൻ. പാണ്ഡുവിന്റെ മക്കളിലെ ഏറ്റവും മൂത്ത മകൻ യുധിഷ്ഠിരൻ. യുധിഷ്ഠിരനെ രാജാവാക്കുവാനാണ് രാജയോഗം കൂടിയപ്പോൾ ഉള്ള തീരുമാനം. ഭീഷ്മയുടെ ആയിരുന്നു പ്രധാന പിന്തുണ. കിരീടമണിയിക്കാനുള്ള സമയം ഇനിയും ധാരാളമുണ്ട്. ഇതൊരു മുന്നോടി മാത്രമാണ്. അതുകൊണ്ടുതന്നെ വളരെ രഹസ്യമായി നടന്ന ഒരു ചർച്ചയായിരുന്നു ഇത്. രഹസ്യമായ ചർച്ചയായിരുന്നെങ്കിലും എങ്ങനെയോ ഈ ചർച്ച ദുര്യോധനന്റെ ചെവിയിലെത്തി.